നമസ്തേ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി ദോയിലെ ഐ ആം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. ചാപ്റ്ററാണ്, ശ്രദ്ധിക്കുക. അതായത് യൂണിറ്റ് 2-ലെ ആദ്യത്തെ ചാപ്റ്റർ ഐ എം കലാം കെ ബഹാനെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പറയണം, നിങ്ങൾക്ക് ആകെ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഇപ്പോൾ ഇത്രയും അധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്കുണ്ട് ഹിന്ദിയുടെ. പക്ഷെ അതിൽ ആദ്യത്തെ 5 ചാപ്റ്ററുകൾ, അതായത് ഇക്കായി ഏക്കും ഇക്കായി ദോയിലെയുമായിട്ട് 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഈ 5 ചാപ്റ്ററുകൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒന്നും വിടാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും എക്സാമിൻ്റെ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്കിത് തുടങ്ങുകയാണ്. അപ്പോൾ ഇക്കായി ദോയിലെ ഐ ആം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫിൽമി ലേഖാണ്. ഫിൽമി ലേഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിമിനെ കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിവ്യൂ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ഒക്കെ കാണാൻ, ചില ഫിലിംസിൻ്റെയൊക്കെ മലയാളത്തിനാണെങ്കിലും ഏതിൻ്റെയൊക്കെയാണൊക്കെ അതിൻ്റെ റിവ്യൂ എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഫിലിമിനെ കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആസ്വാദനക്കുറിപ്പ് ഇതാണ്, ഫിൽമി ലേഖാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വിധി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിൽമി ലേഖാണ്. എഴുതിയിരിക്കുന്ന ആരാണ്, രചനാകാരാരാണ്, മിഹിറാണ് എഴുതിയിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഐ ആം കലാം കെ ബഹാനെ, അതായത് ഞാൻ കലാമാണെന്ന പേരിൽ എന്ന ഭാവത്തിൽ. അതാണ് ഐ ആം കലാം കെ ബഹാനെ. ബഹാനെ എന്ന് വെച്ചാൽ എന്ന ഭാവത്തിൽ, അതാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ആരംഭിക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക സാഥി ഥാ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഏക സാഥി എന്ന് വെച്ചാൽ ഫ്രണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആരാണ്? മോർപാൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇത് ആരാണ് പറയുന്നത്? മെഹിറാണ്. ഇത് ഫിലിം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ ആ ഫിലിമിലെ ഒരു സംഭവത്തോടൊരു ഇൻസിഡൻറ്റിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് രണ്ടിനെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഏകദേശം അതേപോലെ തന്നെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക സാഥി ഥാ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോർപാൽ. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOO के लुक यानी लुक के देखना. അതായത് ആ വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ, അവന് ഒരു പ്രാവശ്യം, ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ, അംഗ്രേസി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, ഞങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാസ്റ്ററിനോട്, മാസ്റ്റർ എൻ്റെ പേരാണ് തിവാരിജി. അപ്പോൾ ആ തിവാരിജിയോട്, അദ്ദേഹത്തോട്, ആ ഇംഗ്ലീഷിൻ്റെ സാറായിട്ടുള്ള തിവാരിജിയോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? തിവാരിജിക്കോ ലുക്ക് കാ മത്ലബ്, ലുക്ക് എന്നതിൻ്റെ അർത്ഥം, മത്ലബ് എന്ന് വെച്ചാൽ അർത്ഥം, അതുപോലെ തന്നെ ഒരു സഹി ഹിജ്ജെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്ങും പൂഛേ ജാനെ പർ, ചോദിച്ചപ്പോൾ, ബതായാധ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു LOOK ലുക്ക്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു LOOK എന്നാണെന്ന്. അത് കഴിഞ്ഞിട്ട് ലുക്ക് യാനി, അപ്പോൾ ലുക്കിൻ്റെ അർത്ഥം പറഞ്ഞു ലുക്ക് ദേഖ്ന, അതായത് നോക്കുക എന്നാണ് അതിൻ്റെ മീനിങ് എന്നും പറഞ്ഞു കൊടുത്തു. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथी थी. അതായത് ഞങ്ങളുടെ 2 പേരുടെയും, ആരുടെയൊക്കെ, മോർപാലിൻ്റെയും മിഹിറിൻ്റെയും ആദ്യത്തെ അക്ഷരം, നാം കാ പെഹല അക്ഷർ, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ ലെറ്റർ അല്ലെ, ML 2 പേരുടെയും. അപ്പോൾ അങ്ങനെ വരുന്ന ആ മിഹിർ മോർപാൽ, അപ്പോൾ 2 പേരുടെയും ഒരേ അക്ഷരമായതുകൊണ്ട്, ആദ്യത്തെ അക്ഷരം ഒരേപോലെ തന്നെ ആയതുകൊണ്ട്, മിൽനേക്ക് വജസെ കാരണം കൊണ്ട്, ക്ലാസ് കി ദരി പട്ടി പർ, ക്ലാസ്സിൽ ഇരിക്കാനുള്ള സ്ഥലം, അതാണ് ദരി പട്ടി, ഇരിക്കാൻ വരിച്ചിരുന്ന ആ പായോ എന്താണെന്നോ അതിനെയാണ് നമ്മൾ ആ ദരി പട്ടി എന്ന് പറയുന്നത്, ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഷീറ്റ്. അതിൽ ഹമാരി ബൈഠ്നേക്ക് ജഗേ ഭി, ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും സാഥേധി, ഒരുമിച്ചായിരുന്നു, അടുത്തടുത്തായിരുന്നു ഇവർ രണ്ടുപേരും ഇരുന്നിരുന്നത്.
അപ്പോൾ അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവരെ ഇരുത്തിയിരുന്നത്. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांझें घिल जाती थी. ആ മോർപ്പാലിനെ കുറിച്ച് ആരാ പറയുന്നത്? മിഹിറാണ് കഥാകാരൻ. അത് ഓർക്കണം, മാറിപ്പോകരുത്. പേര് മിഹിർ മോർപ്പാൽ. മിഹിറാണ് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ഈ രചനാകാരിയെ എഴുതുന്ന ആള് മിഹിറാണ്. അദ്ദേഹത്തിൻ്റെ മിഹിറിൻ്റെ കൂട്ടുകാരനാണ് മോർപ്പാൽ. മാറിപ്പോവല്ലേ. അപ്പോൾ ഈ മോർപ്പാല്, അപ്പോൾ ഇദ്ദേഹം പറയാണ്, മിഹിർ പറയാണ്, ഈ മോർപ്പാല് ജിസ്കി മേരെ ഖാനേക്ക് ഡിബ്ബേമേം, അതായത് ഇവൻ്റെ ഈ മിഹിറിൻ്റെ, അതായത് ലേഖകൻ്റെ ഖാനേക്ക് ഡിബ്ബേമേം ലഞ്ച് ബോക്സിൽ, ഖാനേക്ക് ഡിബ്ബ എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ്, അതായത് നമ്മുടെ ചോറുപാത്രം അതിനകത്തെ രാജ്മ ദേഖ്തേഹി, അതിനുള്ളിൽ രാജ്മ കണ്ടിട്ട്, രാജ്മ ഒരുതരം പയറാണ്, അപ്പോൾ ആ പയർ അത് കണ്ടിട്ട് ദേഖ്തേഹി ബാഞ്ചേം ഖിൽ ജാത്തി ഥി, അതായത് വൻപയറിൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്, ആണ് രാജ്മ. അപ്പോൾ ആ പയർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ദേഖ്തേഹി ബാഞ്ചേം ഖിൽ ജാത്തി ഥി എന്ന് വെച്ചാൽ വളരെ ഭയങ്കര സന്തോഷം തോന്നി അവന് കണ്ടപ്പോൾ, അതായത് സന്തോഷിച്ചു. ഈ മോർപ്പാല് ഈ മിഹിറിൻ്റെ പാത്രത്തിൽ ഈ രാജ്മ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. ബാഞ്ചേം ഖിൽ ജാന എന്ന് വെച്ചാൽ വളരെ സന്തോഷിക്കുക, അതാണ് മീനിങ്. ഹമാര സൗദാധ, അപ്പം ഞങ്ങളുടെ, അതായത് ആദ്യമായിട്ടായിരിക്കും ഈ കുട്ടിക്ക് കണ്ടപ്പോൾ ഈ മോർപ്പാലിന് ഈ രാജ്മ ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി മിഹിറിൻ്റെ പാത്രത്തിൽ. ഹമാര സൗദാധ, ഞങ്ങളുടെ ഒരു സൗദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ഒരു കൈമാറ്റം, ഞങ്ങളുടെ തീരുമാനം ഇതായിരുന്നു, ഞങ്ങളുടെ ബിസിനസ് ഇതായിരുന്നു. അതായത് എന്താണ്? ഖേൽഖണ്ഡിമേ ഖാനേക്ക് അദല ബദലിക്ക്, ഖേൽഖണ്ഡി എന്ന് വെച്ചാൽ PT അവർ, ആ കളിക്കാനുള്ള ആ ഒരു അവറിൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ടൈമിൽ അവരിൽ എന്താണ്? ഖാനേക്ക്, ആ പീരീഡിൽ ഖാനേക്ക് അദലാ ബദലിക്ക, അതായത് ഫുഡ് കൈമാറ്റം ചെയ്യുക. അവർ കൊണ്ടുവന്നിരിക്കുന്ന ലഞ്ച് ബോക്സ്, ആ ഫുഡ്, അവർ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അദലാ ബദലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക, കൈമാറുക. അപ്പോൾ ഒരാളുടെ ഭക്ഷണം മറ്റൊരാളുടെ ഭക്ഷണം തിരിച്ചു വാങ്ങിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിക്കുന്നു, അങ്ങനെ കൈമാറുക. അപ്പോൾ ഫുഡ് കൈമാറ്റമായിരുന്നു ഞങ്ങളെ തീരുമാനിച്ചിരുന്നത്, ഞങ്ങളുടെ ബിസിനസ് അതായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഉറപ്പ്, ഒരു തീരുമാനമായിരുന്നു, ഒരു കരാറായിരുന്നു, അതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൈമാറ്റം ചെയ്യാം എന്നുള്ളത്. यानी मेरे टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा, അതായത് എൻ്റെ, അതായത് മേരെ ടിഫിൻകെ, എൻ്റെ ടിഫിനിലെ, എൻ്റെ ലഞ്ച് ബോക്സിനകത്തുണ്ടായിരുന്ന രാജ്മ ചാവൽ, അതായത് ചോറും പയറും, ആ പയറും, ഉസ്കെ അവൻ്റെയും, और उसके घर से आया, അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബഡാസ ഛാച്ച് കാ ഡിബ്ബ, വലിയ മോരിൻ്റെ പാത്രം, ഛാച്ച് മോരിൻ്റെ ഡിബ്ബ പാത്രം, ആ വലിയ മോരിൻ്റെ ആ പാത്രം എൻ്റെയും. അങ്ങനായിരുന്നു അവർ തമ്മിൽ കൈമാറ്റം ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ഫുഡ് ഇങ്ങനെ കൈമാറ്റം ചെയ്തിരുന്നു. ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മോർപ്പാൽ കൊണ്ടുവരുന്ന തൈര് അവനും, ആർക്കാണ്? നമ്മുടെ മിഹിറിൻ്റെ കയ്യിലുള്ള ആ രാജ്മ ചാവൽ മോർപ്പാലിനും കൊടുക്കുമായിരുന്നു. ഉസേ പദാഥ, ഇവനെ അറിയാമായിരുന്നു. കി ഛാച്ച് മേരി കംസോരി ഹേ, അതായത് മോർപ്പാലിന് അറിയാമായിരുന്നു ഈ മിഹിറിൻ്റെ, അതായത് ഈ ലേഖകൻ്റെ എൻ്റെ കംസോരി എന്താണെന്ന്. കംസോരി എന്ന് വെച്ചാൽ എന്താ? വീക്ക്നെസ്, എൻ്റെ ആ ഒരു വീക്ക്നെസ് എന്താണെന്ന്, എൻ്റെ ദൗർബല്യം, അത് മലയാളത്തിൽ പറയാം, ദൗർബല്യം, എൻ്റെ ദൗർബല്യം, അതായത് വീക്ക്നെസ്, എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഈ ഛാച്ച് എന്ന് പറയുന്ന, മോരെന്ന് പറയുന്നത്. അതായത് മോര് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഛാച്ച്. ആർക്ക്? ഈ മിഹിറിന്. അപ്പം അവനറിയാമായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പെഹലെ, പക്ഷേ എനിക്ക് മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ്, മിൽന എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക, അവനെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട്, മിൽനെ സെ പെഹലെ കണ്ടുമുട്ടുന്നതിന് മുൻപ്, കഥയി ഒരിക്കലും അന്താസ നഹീധാക്കി, ഒരു ഊഹമേ ഉണ്ടായിരുന്നില്ല. അന്താസ എന്ന് വെച്ചാൽ ഊഹം, അനുമാനം.
അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഊഹിച്ചിരുന്നില്ല. നഹീഥ കി മേരെ ലിയെ എനിക്ക് രാജ്മ ജേസി സാമാന്യ, അതായത് എൻ്റെ പക്ഷം നോക്കുകയാണെങ്കിൽ, എനിക്ക് നോക്കുകയാണെങ്കിൽ രാജ്മ ജേസി സാമാന്യ സി ചീസ്, അതായത് രാജ്മ എന്ന് പറയുന്ന ഒരു സാധാരണ സാധനം, ഈ പയറെന്നൊക്കെ പറയുന്ന ഒരു സാധാരണ ആ ഒരു സാധനം, കിസി കെലിയെ എനിക്ക് സാധാരണയായിട്ട് തോന്നിയിട്ടുള്ള ആ സാധനം, കിസി കെലിയെ മറ്റൊരാൾക്ക്, ഇതനീ ഘാസ് ഹോ സക്തി ഹി, ഇത്രമാത്രം സ്പെഷ്യൽ, ഘാസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ, വിശിഷ്ടമായിട്ടുള്ളത്, സ്പെഷ്യൽ ആയിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ ഇവനെ കാണുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. കാരണം എൻ്റെ നോട്ടത്തിൽ ഈ രാജ്മ ചാവൽ, ഈ ചോറും പയറും എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല, ഒരു സാധാരണ സാധനം അല്ലേ. ആ സാധാരണ സാധനം വേറൊരാൾക്ക് ഇത്ര സ്പെഷ്യലായിട്ട് വരുമെന്ന് ഞാൻ അവനെ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുവരെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നേ ഇല്ല. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. മോർപാൽ എൻ്റെ കയ്യിൽ, എൻ്റെ ടിഫിൻ ബോക്സിൽ ഇതിനകത്ത് വെച്ചിരുന്ന ആ രാജ്മ കാണുന്നതിനും അത് കഴിക്കുന്നതിനും, രാജ്മാക്കോ ഖാനെ സെ പെഹലെ, അത് കഴിക്കുന്നതിന് മുൻപ്, കഭി രാജ്മ ദേഖാ ഭി നഹി ഥാ, അതായത് ഒരിക്കലും രാജ്മ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. वो हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. അവൻ वो हमारे, അത് അവൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു 15 കിലോമീറ്റർ ദൂരക്ക്, 15 എത്രയാണ്, 15 കിലോമീറ്റർ ദൂരെ നിന്ന്, ദൂരക്ക് കിസി ഗാവ് സെ, ദൂരെയുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന്, കിസി ഗാവ് സെ, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന്, സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താ ഥാ, സൈക്കിൾ ചവിട്ടി സ്കൂളിൽ വന്നിരുന്നു. मैं आज तक नहीं जान पाया कि, എനിക്ക് ഇന്നും അറിയാൻ കഴിയുന്നില്ല, എന്താണ്, എനിക്ക് ഇന്നും അറിയാൻ പറ്റുന്നില്ല, എന്താണ്, കേസേ എങ്ങനെയാണ്, वो उस छाछ के डिब्बे को, അവൻ ആ ഛാച്ചിൻ്റെ, മോരിൻ്റെ ആ പാത്രത്തെ, മോര് പാത്രം, റോസ് 15 കിലോമീറ്റർ, ആ ദിവസവും, റോസ് എന്ന് വെച്ചാൽ ഡെയിലി, ദിവസവും 15 കിലോമീറ്റർ, അതായത് 15 കിലോമീറ്റർ, ബിനാ ജറാഭി ഝൽക്കായെ ലിയെ, അതായത് ബിനാ എന്ന് വെച്ചാൽ കൂടാതെ, ജറാഭി ഒട്ടും തന്നെ, അല്പം പോലും, ഝൽക്കായെ ലിയെ തുളുമ്പാതെ, ഝൽക്കായെ ലിയെ അതായത് തുളുമ്പാതെ, ജറാഭി ഝൽക്കായെ, ഝൽക്കാന എന്ന് വെച്ചാൽ തുളുമ്പുക, ബിനാ ജറാഭി ഝൽക്കായെ എന്ന് വെച്ചാൽ ഒട്ടും തന്നെ തുളുമ്പാതെ, ബിനാ ഝൽക്കായാണ് തുളുമ്പാതെ എന്ന മീനിങ് വരുന്നത്. ഝൽക്കാന എന്ന് വെച്ചാൽ തുളുമ്പുക. അപ്പോൾ അവിടെ അർത്ഥം നോക്കുക, അതായത് ഒരു 12 കിലോമീറ്റർ ദൂരത്ത് നിന്നും എങ്ങനെയാണ് ഇവൻ ഈ മോരിൻ്റെ പാത്രം ദിവസവും ഒട്ടും തന്നെ തുളുമ്പാതെ, അത് ഝൽക്കായലി അത് സൈക്കിൾ ചവിട്ടി എങ്ങനെ എത്തിയിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. मैं स्कूल जाने में रोया करता था, ഞാൻ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി എന്നും കരയുമായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിനകത്തൂടെ. അതായത് സമൂഹത്തിൽ തന്നെ 2 തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഒന്ന് തീരെ പാവപ്പെട്ട ആളും ഒന്നൊരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ഈ ലേഖകൻ ഒരു സാധാരണ കുടുംബത്തിലെയാണ്, അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാനുള്ളത്. മറ്റേ തീരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ മോർപാൽ വരുന്നത്. അതുകൊണ്ടാണ് അവന് ഈ സാധാരണ ഭക്ഷണമായിട്ടുള്ള, സാധാരണ ഫുഡായിട്ടുള്ള ഈ സാധനം, ഒരു കോമൺ ആയിട്ടുള്ള സാധനം പോലും കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതും ഒക്കെ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു അവസ്ഥകളും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ലേഖകൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. രണ്ട് രീതിയിലൂടെ, 2 തട്ടിലൂടെ പോകുന്ന ആൾക്കാരാണ്, 2 ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ സ്കൂൾ ജാനേമേ റോയ കർത്താത, ഞാൻ സ്കൂളിൽ വരുന്നതിന് എന്നും, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ എന്നും കരയുമായിരുന്നു. രോയ കർത്ത, അവിടെ ശ്രദ്ധിച്ചോ, രോയ കർത്ത, കരഞ്ഞിരുന്നു. അതായത് യൂഷ്വലി എന്നും ചെയ്തിരുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രോയ കർത്ത,
റോയ എന്ന് വെച്ചാൽ കരഞ്ഞു, കരഞ്ഞു അല്ലേ, കരഞ്ഞു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഭൂതകാലമാണ്, സോറി ഭൂതകാലമാണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാലമാണ്, കഴിഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ് റോയ, കരഞ്ഞു അല്ലേ. എന്താ ഗയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. അപ്പം അതിൻ്റെ കൂടെ കർത്ത എന്നും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ റോയ കർത്ത, അതായത് കർത്ത എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലേ, പ്രസന്റും ഈ പാസ്റ്റും കൂടെ ഒരുമിച്ച് വന്നേക്കുന്നതായിട്ടൊക്കെ തോന്നാം, നിങ്ങൾക്ക് ഇത് എന്താ ഇതെന്ന് ചിന്തിക്കും. അപ്പം അത് ഒരു കാര്യത്തിന്, അതായത് യൂഷ്വലി, അതായത് എന്നും ദിവസവും ചെയ്തിരുന്ന ഒരു സാധനത്തിനെ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ റോയ കർത്ത, അതായത് യൂസ്ഡ് ടു എന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ലേ, അതുപോലെയാണ് റോയ കർത്ത എന്ന് ഉപയോഗിച്ചത്, അതായത് ചെയ്തിരുന്നു, കർത്ത അവിടെ ഉപയോഗിക്കുന്നു. അതുപോലെ ജായ കർത്ത ഞാൻ പോയിരുന്നു, അതുപോലെ തന്നെ പറയുമ്പം മേ ലിഖ കർത്ത, അതെ എഴുതിയിരുന്നു, മേ പഠ കർത്ത ഞാൻ വായിച്ചിരുന്നു അല്ലെ പഠിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അതാണ് ആ കർത്തായുടെ ആ പ്രയോഗം, യൂസ്ഡ് ടു ആണ്. അപ്പം മേ സ്കൂൾ ജാനെ മേ റോയ കർത്ത, ഞാൻ സ്കൂളിൽ പോകുന്നതിൽ കരഞ്ഞിരുന്നു. അതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇനിയും കാണാൻ പറ്റും. റോസ് നയേ ബഹാനെ ബനായ കർത്ത, അതായത് എല്ലാ ദിവസവും ഞാൻ ഓരോ പുതിയ അടവുകൾ, ബഹാന അടവ്, ഓരോ പുതിയ അടവുകളൊക്കെ പ്രയോഗിക്കുമായിരുന്നു. ബനായ കർത്ത, ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എക്സ്ക്യൂസുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ബഹാന എക്സ്ക്യൂസുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബനായ കർത്ത കണ്ടോ, അപ്പോൾ ബനായ കർത്ത റോയ കർത്ത കണ്ടോ, ഉണ്ടാക്കുമായിരുന്നു. അത് നിത്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓർ തബ് തേസ് ബാരിസ് കെ ദിനോമേ, തേസ് എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ളതെന്നാണ് ഇവിടെ മീനിങ്, ശക്തമായിട്ടുള്ളത്. അപ്പം വളരെ ശക്തമായിട്ടുള്ള ബാരിഷ് കെ ദിനോമേ, ബാരിഷ് എന്താണ്, മഴ, മഴയുടെ ദിവസങ്ങളിൽ, ബാരിഷ് കെ ദിനോമേ സ്കൂൾ കെ രാസ്തേമേ പാനി ഭർ ജാനേ സേ, സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ, അങ്ങനെ നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഛുട്ടി ഹോ ജായ കർത്തി, അപ്പോൾ അവിടെ അടുത്ത വാക്ക് ഛുട്ടി ഹോ ജായ കർത്തി. ഈ ജായയുടെ ഒരു പ്രത്യേകതയും കൂടെ പറയാണ്. സാധാരണ നമ്മൾ പോയി എന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത്, ഗയ എന്നാണ് അല്ലേ. ഇവിടെ ഈ ഒരു എന്താ പറയുക, നിത്യവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ മാത്രമാണ് നമ്മൾ ജാന എന്നുള്ളതിനെ ജായ എന്ന് ആക്കിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരിടത്തും നമുക്ക് ജായ എന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി എന്ന്, അല്ലെങ്കിൽ അവർ പോയി എന്നൊക്കെ പറയുന്നതിന് വേ ഗയാന്നേ പറയുള്ളൂ, വേ ജായ എന്ന് പറയുമോ, ഇല്ല, അത് തെറ്റാണ്. പക്ഷേ ഇവിടെ ഈ ഒരു നമ്മൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ജായ കർണ, ആ ഒരു പ്രയോഗം മാത്രമാണ് നമ്മളവിടെ പിന്നെ ജായ എന്നൊരു കായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഗേയ തന്നെയാണ് കേട്ടോ പോയി എന്നതിന്. ഇവിടെ ജായ കർത്തി, പോയിരുന്നു എന്നുള്ള ആ ഒരു യൂസ്ഡ് ടു ആ ഒരു രീതിയിൽ മാത്രമാണ് ഇവിടെ ജായ ഉപയോഗിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ജാന എന്നുള്ളതിൻ്റെ നമ്മൾ ഭൂതകാലം പറയുമ്പോൾ, അതായത് പോയി എന്നൊക്കെ ഉള്ളതിന് ഗേയ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഗേയ അല്ലെങ്കിൽ ഗേയിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ സ്കൂൾ കെ രാസ്തേം, അതായത് ശക്തമായ മഴയുടെ ദിവസങ്ങളിൽ, ജബ് തേസ് ബാരിഷ് കെ ദിനോമേ, വലിയ ശക്തമായ മഴയുടെ ദിവസങ്ങളിൽ, സ്കൂൾ കെ രാസ്തേമേ, സ്കൂളിലെ വഴിയിൽ, പാനി ഭാർ ജാനേസെ, വെള്ളം നിറഞ്ഞിട്ട്, ഝുട്ടി ഹോ ജായ കർത്തി, അവധി കിട്ടിയിരുന്നു. ഝുട്ടി ഹോ ജായ കർത്തി, അവധി കിട്ടിയിരുന്നു, അവധിയായിരുന്നു. ഝുട്ടി എന്ന് വെച്ചാൽ അവധി, ലീവ്. തോ മേ ഘർ പർ നാച്ച കർത്ത, അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താണ്, അടുത്ത പിന്നെയും കണ്ടോ നാച്ച കർത്ത, ഞാൻ ഡാൻസ് ചെയ്തിരുന്നു. അതായത് വീട്ടിൽ ഞാൻ ഡാൻസ് ചെയ്തിരുന്നു, നിത്യവും ചെയ്തുകൊണ്ടിരുന്നതാണ്. നാച്ച കർത്ത, നാച്ന ഡാൻസ് ചെയ്യുക, നാച്ച് ഡാൻസ്. അപ്പം ഞാൻ അന്ന് ഡാൻസ് ചെയ്തിരുന്നു, ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ ഡാൻസ് കളിച്ചിരുന്നു. ലേക്കിൻ പക്ഷേ മൈ സമജ് നഹീ പാതാ ഥാ കി, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. മോർപാൽ ഓർ ഉസ്കെ ജൈസെ മേരെ കൈ ഓർ സഹപാഠി, അതായത് മോർപാലും അതുപോലെ അവനെ പോലെയുള്ള, ഉസ്കെ ജൈസെ അവനെ പോലെയുള്ള, മേരെ കൈ ഓർ സഹപാഠി എൻ്റെ മറ്റു പല കൂട്ടുകാരും, മറ്റ് സഹപാഠികളും, അതായത് ക്ലാസ്മേറ്റ്സ്, മറ്റ് പല സഹപാഠികളും, ഒരുമിച്ച് പഠിക്കുന്നവരും, ബിനാ നാഗ, അതായത് ഒട്ടും തന്നെ ആബ്സെൻ്റ് ആവാതെ, ബിനാ നാഗ ആബ്സെൻ്റ് ആവാതെ, റോസ് സ്കൂൾ ക്യോം ചലേ ആത്തേ ഥേ, ദിവസവും എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഭയങ്കര മടിയാണ് സ്കൂളിൽ പോവാൻ. പക്ഷെ ഇവരെങ്ങനെ എന്ന് സ്കൂളിൽ ഒട്ടും തന്നെ ആബ്സെൻ്റ് ആവാതെ ഇവരെങ്ങനെ സ്കൂളിൽ പോയിരുന്നു.
उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അതായത് ഉൻകാ സ്കൂൾ കാ ലേക്കർ, അതായത് അവർക്ക് സ്കൂളിനെ പ്രതി, സ്കൂളിനോടുള്ള പ്രേമം, ആ ഇഷ്ടം, ഇത്തനാ ഗഹരാധ, ഇത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു. ഗഹര ആഴത്തിൽ, ഇത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു. കി രവിവാർ കി ഛുട്ടി കാ ദിൻ, രവിവാർ ഏതാണ്? സൺഡേ ആണ് അല്ലേ, ഞായറാഴ്ചത്തെ ആ അവധി ദിവസം പോലും, ഞായർ എന്ന അവധി ദിവസം പോലും, ഛുട്ടി അവധി, ആ അവധി ദിവസം പോലും, ഉൻകെ ലിയെ അവർക്ക്, ഹഫ്തേ കാ സബ്സേ ബുരാ ദിൻ ഹുവാ കർത്ത, ആ ഹഫ്ത എന്ന് വെച്ചാൽ ആഴ്ച, വീക്ക്, ആ വീക്കിലെ, ആ ആഴ്ചയിലെ സബ്സേ ബുരാ ദിൻ ഹുവാ കർത്ത, ഏറ്റവും വലിയ, ഏറ്റവും ചീത്തയായിട്ടുള്ള ദിവസമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതായത് അവർക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ കുട്ടികൾക്ക്, മറ്റു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ. मैं स्कूल की नीली खाकी യൂണിഫോം സേ ഹമേശ ചിടാ കർത്ത, ഞാൻ സ്കൂളിലെ നീലി ഖാക്കി, നീലയും കാക്കിയുമായിട്ടുള്ള ആ യൂണിഫോം ധരിക്കുന്നതിൽ ഹമേശ ചിടാ കർത്ത, എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എപ്പോഴും ഞാൻ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ചിടാ കർത്ത, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഞാനത് പറയുമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നില്ല, വെറുപ്പായിരുന്നു. ഓർ ഉസേ പെഹന്ന ഹമേശ ഡോല കർത്ത, എപ്പോഴും ഞാൻ തന്നെ എന്താണ്, ഹമേശ എന്ന് വെച്ചാൽ എപ്പോഴും, ഉസേ പെഹന്ന അത് ധരിക്കുക എന്നത് എപ്പോഴും ഞാൻ ടാല കർത്ത ഒഴിവാക്കിയിരുന്നു. ടാലന എന്ന് വെച്ചാൽ ഒഴിവാക്കുക. അതായത് ഞാൻ എൻ്റെ സ്കൂളിലെ ആ നീലയും കാക്കിയായിട്ടുള്ള യൂണിഫോം ധരിക്കുന്നത് എപ്പോഴും വെറുത്തിരുന്നു. അതുപോലെ എനിക്കത് എപ്പോഴും ധരിക്കുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും തന്നെ അത് എങ്ങനെയൊക്കെ ഞാനത് ഒഴിവാക്കാൻ നോക്കിയിരുന്നു. ടാല കർത്ത, കണ്ടോ, അങ്ങനത്തെ ആ വാക്കുകളുണ്ടോ, ഹുവാ കർത്ത, ദിൻ ഹുവാ കർത്ത, ഹഫ്തേക്ക സബ്സെ ബുറ ദിൻ ഹുവാ കർത്ത, അങ്ങനെ ദിവസവും എല്ലാ ആഴ്ചയിലും ആ ദിവസങ്ങളും അവർക്ക് ചീത്തയായിരുന്നു. അതുപോലെ തന്നെ ടാല കർത്ത ഒഴിവാക്കിയിരുന്നു, ചിടാ കർത്ത ഞാൻ വെറുത്തിരുന്നു. കണ്ടോ, എന്നും ചെയ്തിരുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചേക്കുന്നത് കണ്ടോ വീണ്ടും ഇവിടെ. വഹീം അവിടെ, മോർപാൽ മുझे जब भी दिखा, മോർപാലിനെ ഞാൻ എപ്പോഴൊക്കെയാണോ കണ്ടത്, ഹമേഷ വഹി സ്കൂൾ കി യൂണിഫോം പെഹനെ ഹി ദിഖ, എപ്പോഴും തന്നെ ആ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് ഞാൻ അവനെ കണ്ടിരുന്നത്, അത് ധരിച്ച് തന്നെയാണ് ഞാൻ അവനെ കണ്ടിരുന്നത്. പെഹന എന്ന് വെച്ചാൽ ധരിക്കുക, പെഹനെ ഹി ദിഖ, അവനെ ആ സ്കൂൾ യൂണിഫോം ധരിച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിരുന്നത്. എക് ബാർ തോ മുझे യാദ് ഹൈ കി, ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, മൊഹല്ല എന്ന് വെച്ചാൽ പ്രദേശം, അവരുടെ ആ പ്രദേശത്തെ, ആ ഒരു വില്ലേജിലെ, അവിടുത്തെ കിസി ഷാദി മേ, മൊഹല്ല ആ വില്ലേജിലെ, ആ ഗ്രാമത്തിലെ, ആ പ്രദേശത്തെ ആ ഷാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം, किसी शादी में भी, ഏതോ ഒരു വിവാഹത്തിനും, ഉസേ വഹി നീലി കാക്കി സ്കൂൾ യൂണിഫോം പെഹനെ ദേഖ് മൈ ഹൈരാൻ രഹ് ഗയാ ഥാ, അവനെ അതേ സ്കൂൾ യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഹൈരാൻ ഹോ രഹ് ഗയാ ഥാ, ആശ്ചര്യപ്പെട്ടിരുന്നു. ഹൈരാൻ എന്ന് വെച്ചാൽ ആശ്ചര്യം, അത്ഭുതം, ഇത് അത്ഭുതപ്പെട്ടിരുന്നു, ആശ്ചര്യപ്പെട്ടിരുന്നു. ഞാൻ ആ പ്രദേശത്തെ ഏതോ ഒരു ഷാദിയിലോ ഒരു വിവാഹത്തിലോ അവൻ ഇതേ യൂണിഫോം തന്നെ ധരിച്ചേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपा के लिए उसके जीवन का सबसे अच्छा समय होता था. അതായത് അദ്ദേഹം പറയാണ്, യ മുझे बहुत बाद में समझ आया, എനിക്ക് വളരെ വൈകിയാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. മുझे बहुत बाद में, അതായത് വളരെ വൈകി, വളരെ പിന്നീടാണ്, വളരെ വൈകിയാണ് എനിക്ക് സമച്ചായ മനസ്സിലായി. എന്താണ്? കി ജിസ് സ്കൂൾ മേ ബിതായ സമയക്കോ, ഏത് സ്കൂളിലെയാണോ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്തെ, ആ സ്കൂളിലെ സ്പെൻഡ് ചെയ്ത സമയത്തെ, ബിതായ എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്തത്, ചിലവഴിച്ച ആ ടൈം, ആ സമയത്തെ, മൈ അപ്പനെ ബച്പൻ കാ സബ്സെ ഖരാബ് സമയ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ, ബച്പൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ സബ്സെ ഖരാബ്, ഏറ്റവും ചീത്തയായിട്ടുള്ള സമയം ആയിട്ട്, സബ്സെ ഖരാബ് സമയ സമജ് കർത്താത, അതായത് സംച കർത്താത മനസ്സിലാക്കിയിരുന്നത്.
शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. അതായത് ഒരു പക്ഷേ അത് വഹി മോർപ്പാലിനെ, അത് മോർപ്പാലിന് ഉസ്കെ ജീവൻ കാ, അവൻ്റെ ജീവിതത്തിലെ സബ്സെ അച്ഛാ സമയ ഹോത്താ ഥ, ഏറ്റവും വലിയ നല്ല ഒരു സമയമായിരുന്നു, ഏറ്റവും നല്ലൊരു സമയമായിരുന്നു. അതായത് ഇദ്ദേഹം സ്കൂളിലെ ചെലവഴിച്ച ആ ഒരു സമയത്തെ, കുട്ടിക്കാലത്തെ ഏറ്റവും ചീത്തയായിട്ടുള്ള സമയമായിട്ട് കണക്കാക്കിയിരുന്നു. ഒരുപക്ഷെ അത് മോർപ്പാലിന് ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളായിരുന്നിരിക്കാം, ദിവസങ്ങളായിരുന്നിരിക്കാം എന്നാണ് പറയുന്നത്. घर की कमरतोड़ मेहनत और खेत मजदूरी के इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. അതായത് വീട്ടിലെ കമർത്തോട് മെഹനത്ത്, നടുപൊടിക്കുന്ന ബുദ്ധിമുട്ട്, ആ കഷ്ടപ്പാട്, മെഹനത്ത് അധ്വാനം, ഒരു ഖേത് മസൂരി സേ, അതുപോലെ തന്നെ ഖേത് മസൂരി എന്ന് വെച്ചാൽ കൃഷിപ്പണിയിൽ നിന്നും ഇതര ദിനക, മറ്റു ദിനങ്ങളെക്കാളും, ഇതരെന്ന് വെച്ചാൽ മറ്റ് ദിനങ്ങളെക്കാളും ഏസ ഏകമാത്ര സമയം, ഇങ്ങനെയുള്ള ഒറ്റ ഒരു സമയം മാത്രം, അതായത് ഇതേ ഒരു സമയം മാത്രമേ ജബോ ബച്ച ബൻ റഹ സക്താഥ, അവനൊരു കുട്ടിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതായത് വീട്ടിലെ നടുപൊടിക്കുന്ന ആ അധ്വാനത്തിൽ നിന്നും, ആ കൃഷിപ്പണിയിൽ നിന്നുമൊക്കെ മറ്റു ദിനങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു അവനൊരു കുട്ടിയായിട്ട് ജീവിച്ചിരുന്നത്. ഈ സ്കൂളിൽ വരുന്ന ദിവസങ്ങളിൽ മാത്രം, അല്ലാത്ത എല്ലാ ദിവസവും വീട്ടിൽ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു. ആർക്ക്? മോർപ്പാലിനൊക്കെ. അതുകൊണ്ടാണ് അവരെന്ന് സ്കൂളിൽ പോരുവാൻ ആഗ്രഹിച്ചിരുന്നത്. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോച്ച് ഥി, എനിക്ക് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്ന ഒരു ഭാരമായിരുന്നു. ബോച്ച് എന്ന് വെച്ചാൽ ഭാരം. മേരെ പാസ് ഉസ്സെ ബഹത്ത്, എൻ്റെ കയ്യിൽ അതിനേക്കാളും നല്ലതായിട്ടുള്ള ധാരാളം, ബഹത്ത് കപ്പടേ ഥേ, അതിനേക്കാളും നല്ല കപ്പടേ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ജിനെ, ബെഹത്തർ മികച്ചതാണ് കേട്ടോ മീനിങ്. ജിനെ മേനെ അപ്നെ പസന്ത് സെ ബഡേ ഷഹറോങ്കെ, അവയൊക്കെയും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, ഇഷ്ടത്തോടു കൂടി, ബഡേ ഷഹറോസെ, വലിയ പട്ടണങ്ങളിൽ നിന്ന്, ഷഹറോങ്കെ വലിയ പട്ടണങ്ങളെ, ബഡേ ബാസാറോംസെ വലിയ കടകളിൽ നിന്ന്, മാർക്കറ്റുകളിൽ നിന്ന്, ചന്തകളിൽ നിന്ന്, ബാസാറോസെ ഖരീദാഥ വാങ്ങിച്ചിരുന്നതാണ്. ലേക്കിൻ പക്ഷേ, മോർപാൽ കെ പാസ്, മോർപാലിൻ്റെ പക്കൽ, ഏകമാത്ര കമീസ് പാൻറ് കാ നയ ജോഡ, ആകെ ഉണ്ടായിരുന്ന കമീസ് പാൻറ്റിൻ്റെ, അതായത് കമീസിൻ്റെ പാൻറ്റിൻ്റെ, അതായത് ഇടുന്ന ആ കുർത്തയുടെയും അതിൻ്റെയും പാനിൻ്റെയും ഒരു നയ ജോഡ, ഒരു പുതിയൊരു ജോഡി, അതെന്ന് പറയുന്നത് വോ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഥി, അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഈ യൂണിഫോം ആയിട്ടുള്ള നീലയും ഖാക്കിയുമായിട്ടുള്ള ഈ ഒരു യൂണിഫോം മാത്രമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള പുതിയ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. സ്വാഭാവിക് ഥാ കി വോ ഉസേ ഹി ഷാദി മേ പഹൻ കർ ആതാ, അതുകൊണ്ട് സ്വാഭാവികമാണ് അവൻ അത് തന്നെ ആ കല്യാണത്തിനും ഇട്ടുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ എന്താണ്, ഇവർ തമ്മിലുള്ള ഒരു അന്തരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ മോർപ്പാലും ഈ ലേഖകനും തമ്മിലുള്ള എത്രമാത്രം വ്യത്യാസമാണ്. ഒരാൾക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നു, ഒരാൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു. കാരണം ഒക്കെ പറയുന്നുണ്ടല്ലേ, വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മിഹിറിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോകാനൊക്കെ മടി തോന്നിയിരുന്നതൊക്കെ. അപ്പം സമൂഹത്തിൻ്റെ രണ്ട് തട്ടുകളിലായിട്ട്, രണ്ട് ലെവലിലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ. ഓക്കെ.